ഇതൊരു വാർത്തയാണോന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. മനോരമയൊക്കെ ആണല്ലോ നിങ്ങളുടെ കണ്ണിൽ വലിയ മാധ്യമങ്ങൾ. മനോരമ, മാതൃഭൂമി അങ്ങനെ. വലിയ വലിയ മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കിയത് കൊണ്ടാണ് ഇത് ഒരഭിപ്രായം പറയാം എന്ന് വിചാരിച്ചത്. വാർത്തയ്ക്ക് അങ്ങനെ ക്ഷാമമൊന്നുമില്ല. കാരണം പിണറായി വിജയനും സഹാക്കളും ഒക്കെ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് വാർത്തയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ക്ഷാമമൊന്നുമില്ല. നേരത്തെ UDF പ്രതിപക്ഷത്തിരുമ്പോൾ വാർത്തയ്ക്ക് അല്പം ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, നിരന്തരം വാർത്തകൾ കമ്പനികൾ തരുന്നുണ്ട്. അതുകൊണ്ട് ക്ഷാമമൊന്നുമില്ല. അതും പറഞ്ഞ് ഇനി ആരും വരണ്ട. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറയുന്നത്. ഈ നടൻ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കളെല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അവരുടെ വീട്ടിൽ എന്ത് ചെറിയ കാര്യം നടന്നാലും അവരത് പോസ്റ്റ് ചെയ്യും. അവരുടെ സിനിമാ വിശേഷങ്ങൾ, യാത്രാ വിശേഷങ്ങൾ, ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങൾ, കുടുംബകാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് വളരെ അപൂർവമാണ്. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. നല്ല ബോൾഡായി നല്ല ഒരു ഇൻഫ്ലുവൻസേഴ്സാണ് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം. കാര്യങ്ങൾ, നിലപാടുകൾ എടുക്കുന്നതിലൊക്കെ അവരുടേതായ വ്യക്തിത്വങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നവരാണ്. ഈ 2 ദിവസമായി കൃഷ്ണകുമാറിൻ്റെ മകൾ, മൂത്ത മകൾ എന്ന് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വാക്കുകൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കുക. കൃഷ്ണകുമാറിൻ്റെ മൂത്ത മകൾ അഹാന കൃഷ്ണകുമാർ രംഗത്തെത്തുന്നു. അവരുടെ കസിൻ ഈ അമ്മുമ്മയെ നോക്കുന്നില്ല. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ അവരുടെ അമ്മയെ നോക്കുന്നില്ല. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മുമ്മ ഒറ്റയ്ക്കാണ്, അമ്മുമ്മയെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞൊരു കസിൻ രംഗത്തെത്തുന്നു. റീച്ചിന് വേണ്ടിയാണ്, മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ അമ്മുമ്മയെ അവർ നോക്കുന്നില്ലെങ്കിൽ ഈ കസിൻ അങ്ങ് നോക്കിക്കൂടെ? എന്തിനാ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുന്നത്? കസിൻ കാനഡയിലാണെന്ന് പറയുന്നു. കാനഡയിൽ നിന്ന് വന്ന് അമ്മുമ്മയെ നോക്കണം, ഇത്രയും സ്നേഹമുള്ള കസിൻ. അപ്പോൾ കസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറും പട്ടി റീച്ച് അത്രയേ ഉള്ളൂ. ഈ റീച്ചിന് വേണ്ടി അമ്മുമ്മയെ നോക്കുന്നില്ല, അമ്മുമ്മ ഒറ്റയ്ക്കാണ്. അഹാനയുടെ പേരൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബമൊന്നും അമ്മുമ്മ ഒറ്റയ്ക്കാണ്. അമ്മുമ്മയെ വീഡിയോ കോൾ വിളിച്ചിട്ട് അമ്മുമ്മ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ ആരും നോക്കുന്നില്ല എന്ന് കരച്ചിലുമ്പകളൊക്കെ. അതിനുശേഷം അഹാന കൃഷ്ണ ഒരു വീഡിയോ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും, അന്ന് നീ അത് ഡിലീറ്റ് ചെയ്ത് മനഃപൂർവ്വമല്ലേ കള്ളി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആരും രംഗപ്രവേശനം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹാന കൃഷ്ണ രംഗത്തെത്തി ഒരു വീഡിയോ ഇട്ടു. വീഡിയോ എന്താണ്? അമ്മുമ്മ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, ക്യാരക്ടർ അസസിനേഷൻ നടത്തി, വളരെ മോശമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അമ്മുമ്മയെ നമുക്ക് നോക്കാൻ കഴിയില്ല, അമ്മുമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്, അമ്മുമ്മയ്ക്ക് OCD ഉണ്ട്, അപ്പൂപ്പനെ തന്നെ ഹാളിലാണ് കിടത്തിയത്, അദ്ദേഹത്തിന് വളരെ അസുഖം കൂടുതലായ സമയത്ത് പോലും ബെഡ്റൂമിൽ കിടത്തിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹാന രംഗത്ത് നാറ്റ കേസാണ്. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയ മനോരമ വരെയൊക്കെ കൊടുത്തതുകൊണ്ട് നമുക്കും പറയാം. അപ്പോൾ അവർ രംഗത്തെത്തുന്നു. അമ്മുമ്മ പിന്നെ അമ്മുമ്മയെക്കുറിച്ച് കൊച്ചുമകൾ കുറ്റം പറയുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മുമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അമ്മുമ്മ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടാൽ തന്നെ അവർക്ക് ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് വലിയ വിവരമൊന്നും ഉള്ള ആളല്ല. അവർ കുറച്ച് ഒരു കാന്താരി അമ്മുമ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് കലിപ്പിലുള്ള അമ്മുമ്മയാണെന്നൊക്കെ അവരുടെ സംസാരമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും അമ്മുമ്മ രംഗത്തെത്തുന്നു. എന്നെ അമ്മു എന്ന് പറഞ്ഞാൽ യഹാന, അമ്മു മാത്രമാണ് എന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അമ്മു പിന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് അവർ പബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം അമ്മു അയക്കുന്ന മെസ്സേജുകൾ, അതായത് അഹാന കൃഷ്ണ അയക്കുന്ന മെസ്സേജുകൾ അവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വെറും നാറ്റ കേസ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, 3, 4 ഒരച്ഛനും കാഴ്ച പരിമിതിയുള്ള ഒരു അമ്മയും 2 മക്കളും ജീവിക്കാൻ നിവർത്തിയില്ലാതെ കയറി കിടക്കാൻ ഒരിടമില്ലാതെ പോലീസ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ തലേ ദിവസം അവർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ എത്ര പേരാണ് മക്കളെ കല്യാണം നടത്താതെ, നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പൈസ ഇല്ലാതെ, പിന്നെ എന്താ പറയുക, വീട് വെക്കാനില്ലാതെ 4 ടാർപ്പാൾ വലിച്ചു കെട്ടി അതിൻ്റെ അകത്ത് കിടക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്താൽ പൈസ കിട്ടില്ല, റീച്ച് കിട്ടില്ല. അപ്പോൾ ആളുകളുടെ പൾസ് എന്ന് പറയുന്നത് അടുത്തവൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു അതറിയാനാണ് ആഗ്രഹം. ഇപ്പം രേണു സുധി
ജീവിക്കാനായി അവർ ആൽബത്തിൽ അഭിനയിച്ചാലോ ദുബായിൽ ഉദ്ഘാടനത്തിന് പോയാലോ അവർ എയർപോർട്ടിൽ വന്നാലോ അവർ മൂത്ത മകനോട് സംസാരിച്ചില്ലെങ്കിലും ഇതൊക്കെ റീച്ചാണ്. നിക്കർ വിധവയെന്ന് വരെ അവരെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് അവരുടെ അവസ്ഥ, അവർ ക്യാൻസർ രോഗബാധിതയായി അവരിന്ന് വീട്ടിലാണ്. അവർ പൊരുതുന്നുണ്ട് അതിന്. അതിന് അവർക്കൊരു വലിയ സല്യൂട്ട്. അവർ പൊരുതുന്നുണ്ട്. പൊരുതി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ രീതിയും അവർ നടത്തുന്നുണ്ട്. ഇപ്പം രേണുസുധിയെ വേണ്ട. ഇപ്പോൾ രേണുസുധി കണ്ടന്റ് അല്ല, എന്നാൽ റീച്ചില്ല. രേണുസുധി രോഗബാധിതയാണല്ലോ, എന്നാൽ റീച്ചില്ല. ഇപ്പം റീച്ച് ഇതൊക്കെയാണ്. അതുകൊണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി പിന്നെ കാനഡയിൽ ഇരുന്ന് അമ്മുമ്മ നുള്ളി, അമ്മുമ്മ പിച്ചി, കൊച്ചുമകള് വലിച്ചു കയറി, പിന്നെ സിന്ധു കൃഷ്ണ മകളെ കൊണ്ട് പെറ്റമ്മയെ തെറി പറയിപ്പിച്ചു. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞാൽ പോരെ? എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട്. ഈ പറയുന്ന എൻ്റെ വീട്ടിലും 1000 പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ വന്നിരുന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ 5 കാശ് കിട്ടുമായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. 10 രൂപ നമുക്ക് കിട്ടുമായിരിക്കും, അതും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നാളെ നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെയൊക്കെ മുഖത്ത് നമുക്ക് തന്നെ നോക്കണ്ടേ? നമുക്ക് ഇപ്പോൾ മാനം വിറ്റ് പണമുണ്ടാക്കിയാൽ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുള്ളൂ, ഞാൻ മറന്നുപോയി. മാനം വിറ്റും പണമുണ്ടാക്കിയാൽ ആ പണം, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. കക്കൂസി പോണത് വരെ കണ്ടൻ്റാക്കി പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് പലരും പലതും കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ നമുക്ക് തന്നെ പുച്ഛം തോന്നും. പിന്നെ വിചാരിക്കും ജീവിക്കാൻ, ശരീരം അനങ്ങി പണിയേത് ജീവിക്കാൻ ഇവർക്കൊന്നും ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടന്റുകൾ ഉണ്ടാക്കി ജീവിക്കുന്നത്. അപ്പോൾ ഈ കസിനോട് പറയാനുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടാവും, നാട്ടിൽ നടക്കുന്നുണ്ടാവും. ഒരു കറി വെക്കുന്നവരെ എടുത്തിട്. അതൊക്കെ ആളുകൾക്ക് ഒരു എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ ഒരു പ്രദേശത്തെ ഒരു കറി വെക്കുന്നതോ അവിടുത്തെ സംസ്കാരമോ അവിടെ റീച്ചൊക്കെ വേണ്ട. റീച്ചൊക്കെ പതുക്കെ വന്നോളും. ഈ റീച്ചിന് വേണ്ടി സ്വന്തം പല്ലട തന്നെ കുത്തി നാട്ടി ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? അഹാന കൃഷ്ണനോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് നിനക്ക് മറുപടി പറയാൻ പോകുന്നത്? വേറെ എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ കൃഷ്ണകുമാർ മാപ്പ് പറയുന്നു, സിന്ധു കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലൂടെ മകളോട് മാപ്പ് ചോദിച്ച് രംഗത്തുനിന്ന്. അതൊക്കെ വിട്ടുകളയിൽ. ഇവരാരുമല്ല നിങ്ങൾക്കാർക്കും ആഹാരം തരുന്നത്, വസ്ത്രം തരുന്നത്, കിടപ്പാടം തരുന്നത്, നിങ്ങൾക്ക് അന്നന്ന് കഴിയാനുള്ള പണം തരുന്നത് ഒന്നും ഇവരാരുമല്ല. നിങ്ങളെ കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. ഒരാൾ എന്നെ ഒരു തരത്തിലും അറിഞ്ഞുകൂടാത്ത ഒരു പെണ്ണുപിള്ള എന്നെക്കുറിച്ച് വളരെ മോശമായ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. പലരും എന്നോട് പറഞ്ഞു അവർക്കെതിരെ പോയി ഞാൻ വാർത്ത ചെയ്തതിൻ്റെ പേരിലാണ്. ഞാൻ അവരെ വീട്ടിലുള്ളവരെ പറഞ്ഞതിൻ്റെ പേരിലോ അവരെ പറഞ്ഞതിൻ്റെ പേരിലോ ഒന്നുമല്ല. ഞാൻ എൻ്റെ തൊഴിൽ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ പെണ്ണുപിള്ള എന്നെ പറയാം. പിന്നെ ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത 4ാം കിട ഒരു സ്ത്രീ, അതിൽ നിന്ന് എന്ത് വളവള പറഞ്ഞാലും ഒരുപാട് പേര് എന്നോട് ഞാൻ സ്ത്രീക്കെതിരെ പരാതി നൽകണം. എന്തിന്? ആ സ്ത്രീ ബുദ്ധിയില്ലാതെ, വിവരമില്ലാതെ, ആത്മാഭിമാനം ഇല്ലാതെ, നാണവും മാനവും ഇല്ലാതെ റീച്ചിന് വേണ്ടി അവിടെ ഇരുന്ന് 437 പറയുന്നത് ഞാൻ കേട്ടിട്ട് ഞാൻ അതിൻ്റെ പുറകെ പോയി എൻ്റെ മനസ്സമാധാനം കളഞ്ഞ്, എൻ്റെ പിന്നെ സമയവും കളഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പോകുന്നതിൻ്റെ ചിലവ്, പരാതി കൊടുക്കാൻ പോകുന്ന ആ ചിലവ്, പിന്നെ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ അവർ വിളിക്കുമ്പോൾ ഞാൻ പോകണം, ഇതിൻ്റെയൊക്കെ ചിലവ് എനിക്ക് താങ്ങാനുള്ള കഴിവില്ല. ഞാനതുകൊണ്ട് നമ്മളെന്തിനാ ഇതിൻ്റെ പുറകെയൊക്കെ പോയി ആവശ്യമില്ലാത്ത 100 കാര്യങ്ങൾ തന്നെ. നമുക്ക് ജോലി കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയുണ്ട്, അവരോട് പോലും ഇരിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. നിങ്ങൾ വിചാരിക്കുക യൂട്യൂബിലല്ലേ ജോലി ചെയ്യുന്നത്, എന്തെങ്കിലും 4 തള്ളി ആരെങ്കിലും 10 പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ തീർന്നില്ല. അല്ല, ഇതൊരു പക്കാ പ്രൊഫഷണൽ സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്ന ഒരിടമാണ്. നമുക്ക് വാർത്ത കണ്ടെത്തണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അത് പ്രസൻറ്റ് ചെയ്യണം. അതിൽ തെറ്റുകൾ വന്നാൽ കട്ട് പറയും, പിന്നെയും നമ്മളത് പറയണം. അങ്ങനെ ഒരുപാട് ജോലി നമുക്കുണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ നമ്മളൊരു വീട്ടമ്മയാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നിരുന്നാൽ നമുക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം നൂറുപാട്ട കാര്യങ്ങളുടെ ഇടയിൽ നമ്മുടെ ജോലി നമ്മൾ കൃത്യമായി സത്യസന്ധമായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ.
ഇതൊന്നും ചെയ്താൽ റീച്ച് കിട്ടൂല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പല്ല് ഇതെടുത്തിട്ട് കുത്തി മണമുണ്ടോ അത് മറ്റുള്ളവരോട് മണപ്പിക്കുന്നത് പോലത്തെ ഒരു നാറിയ ഏർപ്പാട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അവനവൻ്റെ കാര്യം നോക്കുക. പറയാനുള്ളവർ അവിടെ കിടന്ന് പറയട്ടെ. ഈ 2 ചെവി ഇതിൽ കൂടെ കേൾക്കുക, ഇതിൽ കൂടെ കളയുക, ഇത്രയേ ഉള്ളൂ എന്ന്. നമ്മളൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. കേട്ടതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ബുദ്ധി ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായം കുറച്ചുകൂടെ ഏറി വരുമ്പോൾ ഒന്നിനും മറുപടി വരേണ്ട കാര്യമില്ല. 100% പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ആരുമില്ല. ആർക്കും ആരെയും പറയാനോ തിരുത്താനോ ആരെങ്കിലും പഴി പറയാനോ നന്നാക്കാനുള്ള അവകാശം ഈ ലോകത്ത് ആർക്കുമില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഹീറോ, നമ്മൾ തന്നെയാണ് നമ്മുടെ നെഗറ്റീവ്, നമ്മൾ തന്നെയാണ് നമ്മുടെ പരാജയം, നമ്മൾ തന്നെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് അമ്മുമ്മയും ചെറുമക്കളും ഒക്കെ ഉള്ളത് വീട്ടിൻ്റെ അകത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല നല്ല. എന്തിനു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ കേൾക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പം അതല്ല. ഇപ്പം സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ അറിയിക്കലാണ് ചില പെണ്ണുങ്ങളുടെ ജോലി.